നോക്കൂ, സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നീക്കം 100% ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മുടെ ആവശ്യമായിട്ടുള്ള തുകയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും. ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന 75,000 രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ 15 കോടി രൂപ അക്കോമഡേഷന് കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം. അവിടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ടി വരും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട് ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയൽ. ഇതിൽ ഇത്രയും നല്ല ഒരു ക്യാപ്സൂളൊക്കെ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു. കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിക്കുന്ന അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല. കാരണം നാട്ടിലെവിടെയാണ്, ഉണ്ണിസാർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു, കേരളത്തിൽ എവിടെയാണ് 75,000 രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചെലവാകുന്നത്? ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി. ചോദ്യത്തിനാണ് കേരളത്തിൽ എവിടെയെങ്കിലും 75,000 രൂപയ്ക്ക് ഒരു കുഴിയെടുത്തുള്ള സംസ്കാരം പുത്തുമലയിൽ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു. അത് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നു. JCB അടക്കം അതിന്റെ അസോസിയേഷനുകൾ അടക്കം ഈ വാഹനങ്ങളൊക്കെ വിട്ടു നൽകുന്നതൊക്കെ അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഈ വേരിയസ് ഹെഡ്സിന്റെ കീഴിൽ പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അതെങ്ങനെയാണ് വിശ്വസിക്കുക? കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത്. അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം വേണ്ടേ, യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാവേണ്ടേ? ഈ 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ? അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? 75,000 രൂപയ്ക്ക് അതവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുക്കിയത്. നമ്മൾ കണ്ടതാണ്, നമുക്ക് ഏറെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയാണ്. അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് 75,000 രൂപ ചെലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം പൂർണ്ണമായും ശരിയാണ്. കാരണം പുഞ്ചിരിമട്ടം മുതൽ ഇങ്ങ് ചൂരൽമല വരെയുള്ള ഭാഗത്ത് വലിയ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ആ നാശനഷ്ടം എങ്ങനെയാണ്, ഏത് തരത്തിലാണ്, ഏതൊക്കെ വിളകൾ ഉണ്ടായിരുന്നു, അങ്ങനെ പല പല എക്സ്പെൻഡിച്ചറായി അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു കണക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ആ കണക്ക് തയ്യാറാക്കാനും വലിയ രീതിയിൽ വൈകിട്ടുണ്ടല്ലോ. ഈ മാഡം പറഞ്ഞ 35 ദിവസത്തെ കാലതാമസം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമല്ല, ഇവിടെ കണക്ക് തയ്യാറാക്കുന്നതിന് 9-ാം തീയതി വന്നപ്പോഴേ പറഞ്ഞല്ലോ നിങ്ങൾ വിശദമായി ഈ മെമ്മോറാണ്ടം നൽകണം. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ സത്യം. തൊട്ടടുത്ത ദിവസം നൽകണം. ദുരന്തമുണ്ടായത് 8-ാം തീയതിയല്ല, ഉണ്ടായത് ജൂലൈ 30-ാം തീയതിയാണ്. ജൂലൈ 30-ന്റെ പുലർച്ചെയുണ്ടായ അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ആ ഘട്ടത്തിൽ തന്നെ തയ്യാറാക്കേണ്ട കണക്കാണ്. അത് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? മാധവ, അവള് പറയുന്നതിൽ ഒരു പോയിന്റ് ഉണ്ട്. പോട്ടെ, പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാനുള്ള കേരളത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കണം. പക്ഷേ അങ്ങനെ നൽകുന്ന അതേ കാര്യമാണോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടത്? അവിടെ കൊടുക്കേണ്ടത് യഥാർത്ഥ കണക്കുകളല്ലേ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളല്ലേ അവിടെ ഈ കണക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത്? ആ ഒരു വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇക്കാര്യത്തിൽ എന്റെ സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ്. ഈ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഈ എസ്റ്റിമേറ്റ് എന്നുള്ള ഭാഗം അത് ശരിയാണ്, അത് ആ രീതിയിൽ തന്നെയാണ് പറയേണ്ടത്. എസ്റ്റിമേറ്റും ആക്ച്വൽസും അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള വാദത്തോട് ഞാനും പൂർണ്ണമായും യോജിക്കുകയാണ്. എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസമുള്ളത് 75,000 രൂപ ഒരു കുഴിമാടത്തിന് എന്നൊക്കെയുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ഉദ്ദേശ്യശുദ്ധി പോലും സംശയിക്കപ്പെടുന്നത്. ഇവിടെ ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് വെറും തുടക്കമാണ്, ബാക്കി നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ.
മന്ത്രി കെ രാജന്റെ വാക്കുകളും ഇന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും ഇന്ന് വന്നിരുന്നു. മന്ത്രി കെ രാജൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന, അതായത് ഒരു പുനരധിവാസത്തിനായി പ്രതീക്ഷിക്കുന്ന ഒരു ചെലവിന്റെ കണക്കാണ് ഇതെന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത്. ജൂലൈ 30 സംഭവിച്ച ഒരു ദുരന്തം, ആ ജൂലൈ 30 സംഭവിച്ച ഒരു ദുരന്തത്തിന് അതിന് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് അത് സൈനിക വിഭാഗങ്ങളുടെ സഹായമടക്കം അത് ഒരു പിശുക്കുമില്ലാതെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ്. ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ്. നമ്മൾ പറഞ്ഞു തന്നെ പോകണം. അതിന് പകരം അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട്. കാരണം ഈ കണക്കാണ് പിന്നീട് അങ്ങോട്ട് അവശേഷിക്കുന്ന രേഖ. ഈ കണക്ക് പോലെ തന്നെയുള്ള ഒരു കണക്കാണ് മുന്നോട്ട് പോകുമ്പോഴും അതും ഒരു ഡീറ്റെയിൽഡ് കണക്ക് കൊടുക്കുമ്പോഴും തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വാദം ഉണ്ണിസാർ ഇവിടെ ഉന്നയിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. തുക വാങ്ങിയെടുക്കുന്നതിനാണെങ്കിലും എത്രയായാലും ആ തുക നൽകാൻ തയ്യാറാണ് എന്ന് 9-ാം തീയതി ഇവിടെ ആ വയനാട്ടിൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സന്ദർശിച്ചതിന് ശേഷം ആ ഭാഗമെല്ലാം വ്യോമ നിരീക്ഷണം നടത്തി നേരിട്ട് ഈ ചൂരൽമലയിലേക്ക് വന്ന് ആ ഭാഗത്തെല്ലാം വന്ന് വെള്ളാർമല സ്കൂളിന്റെ ഒക്കെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ട് ഇതിന്റെയൊക്കെ പുനർനിർമ്മാണത്തെക്കുറിച്ചും എല്ലാം വേണ്ട രീതിയിൽ ചോദിച്ചറിഞ്ഞ് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ 2 മണിക്കൂറിലധികം ചെലവഴിച്ച ഒരു പ്രധാനമന്ത്രിയെയാണ് ഇവിടെ വിമർശിക്കുന്നത് കണ്ടത്. അവിടെ വന്ന മുഖ്യമന്ത്രി ചെലവഴിച്ചത് 5 മിനിറ്റ് സമയമാണ്. അതിൽ സത്യമല്ലേ? അവിടത്തേക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് എന്നതും കൂടി നമ്മൾ വിമർശിച്ച് തന്നെ പോകണം. 35 ദിവസം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെയും അക്കൗണ്ടിലുള്ള 35 ദിവസമാണ്. ഈ 35 ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കാനും അത് കൊടുക്കാനും കഴിയാതെ പോകുന്നത്? കൃത്യമായ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇനി പറഞ്ഞൊന്നും കാര്യമില്ല. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇത്ര ഫാസ്റ്റ് ഇറങ്ങി ഓടാൻ നോക്കാം. അങ്ങനൊന്നും ഇറങ്ങി ഓടാനൊക്കെ. അതിനുശേഷമാണ് ആക്ച്വൽസ് പറയുന്നത്. ആക്ച്വൽസ് പറയുന്നതിനകത്തും ഈ കോടികളുടെ കണക്കാണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഭക്ഷണം, വസ്ത്രങ്ങൾ, മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം, JCB, ഇതിനൊക്കെ പണം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ അതോ സംഭാവനയായി വന്നതാണോ? ഇതെല്ലാം വേർതിരിച്ച് തന്നെ നമ്മൾ കാണിക്കണം. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ CMDRFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിനാണ്, വയനാടിന് വേണ്ടിയാണ്. അതായത് ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ലോകമെമ്പാടും നിന്ന് പണം ഒഴുകി വന്നത്. എല്ലാവരും സഹായിച്ചത് അതിനുവേണ്ടിയാണ്. അത് യഥാർത്ഥത്തിൽ വിനിയോഗിക്കേണ്ടത് ഈ ഒരു പ്രക്രിയയിലേക്ക് വേണ്ടിയാണ്. അപ്പോൾ വയനാട്ടിൽ ചെലവാക്കിയ കോടികൾ എന്ന മട്ടിൽ എസ്റ്റിമേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള സ്പെൻഡ് എത്രയാണോ, അത് കോടികൾ വരുന്നുണ്ടോ, യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവാക്കിയത്, അത് വിശദീകരിക്കേണ്ടത് റവന്യൂ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഒരു വാർത്താ സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചാൽ തീരുന്ന കൺഫ്യൂഷനേ ഇവിടെയുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എന്റെ സ്ട്രോങ് ടേക്ക്. ഇവിടെ 11 കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി, 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പരത്തി പറയുന്നതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ മനസ്സിലാക്കേണ്ടത്. 4000 പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഉണ്ണിസാറേ, അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ 11 കോടി എന്ന് പറയുമ്പോൾ 4000 പേരാണ് റഫ്ലി ക്യാമ്പിലുള്ളത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു 30,000 രൂപ വെച്ചെങ്കിലും ചെലവായിട്ടുണ്ട്. അത്രയൊക്കെ ചെലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെ വിശ്വസിക്കും? ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ അവിടെ വന്ന് കുന്നുകൂടി കിടക്കുന്നു എന്നതാണല്ലോ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ആ സമയത്ത് വന്ന വാർത്തകൾ. മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇനി ആരും കൊണ്ടുവരേണ്ടതില്ല, ആവശ്യത്തിലധികമാണ്, പലവ്യഞ്ജനങ്ങൾ ആവശ്യത്തിലധികമാണ് എന്ന് പറഞ്ഞ് അവസാനം ഈ താൽക്കാലിക പുനരധിവാസത്തിന് പോകുന്നവർക്കായിട്ടുള്ള കട്ടിലടക്കമുള്ള കിറ്റുകൾ അത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ജില്ലാ കളക്ടറുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ പേജിൽ ഈ വരുന്ന സഹായങ്ങളെക്കുറിച്ച് എന്താണ് റിക്വയർമെന്റ് എന്നതിനെക്കുറിച്ചൊക്കെ ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആളുകൾ അവിടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ വസ്ത്രങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതും അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കൈവിലുണ്ട്. ജൂലൈ 30 മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുമാണ്. അപ്പോൾ ക്യാമ്പുകളിലേക്കായി ആളുകൾ വസ്ത്രങ്ങൾ എത്തിച്ചു, ക്യാമ്പുകളിലേക്കായി ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. സന്നദ്ധ സംഘടനകൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് പറയുന്നത് വരെ കൃത്യമായി അവിടെ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അവരവിടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ടായിരുന്നു. അതൊന്നും ഈ കോടികളുടെ കണക്കിൽ പെടുന്നതല്ല. സന്നദ്ധ സംഘടനകൾ അവിടെ സേവന നിരതരായി വന്നതാണ്. പിന്നെ വോളണ്ടിയേഴ്സിനായി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് വോളണ്ടിയർ ആണ്? സേവാഭാരതിയുടെയോ DYFIയുടെയോ വൈറ്റ് ഗാർഡിന്റെയോ യൂത്ത് കെയറിന്റെയോ ഏത് വോളണ്ടിയർ ആണ് അവിടെ പണം വാങ്ങി ജോലിയെടുത്തത്? 5000 വോളണ്ടിയേഴ്സിന് ആയിട്ടുള്ള ഹെഡ്സിലാണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത്. ഏത് വോളണ്ടിയർ ആണോ അവിടെ പണം വാങ്ങി ജോലി എടുത്തതോ? എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലി എടുത്തുവെന്ന്.
അല്ല എങ്കിൽ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയോഗിച്ച അങ്ങനെ തൊഴിൽ പരിശീലനം കിട്ടിയ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കാം അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അല്ലാതെ വോളണ്ടിയേഴ്സിന് എവിടെയാണ് പണം കൊടുത്തത്? നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിനാണ് ഈ കണക്കിൽ പറയുന്നത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ്. നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം, എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ? പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. സത്യസന്ധത എന്ന് പറയുന്നത് സത്യസന്ധതയും ഒരു ധാർമ്മികതയും ഒന്നുമില്ലാതെ നമ്മൾ ഏത് മാർഗവും സ്വീകരിക്കും പണം ഉണ്ടാക്കാൻ എന്നൊക്കെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയുണ്ട് സാർ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞ ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത കണക്കും ഇതേ കേന്ദ്ര സർക്കാരിന് കൊടുത്ത അതേ കണക്കാണ്. അപ്പോൾ അവിടെ സാധനങ്ങളുടെ ലോഡ് വന്നതൊന്നും ഈ കണക്കിലില്ല. പുറമേ നിന്ന് കിട്ടിയ സഹായമൊന്നും ഒരു കണക്കിലുമില്ല. സന്നദ്ധ സംഘടനകൾ പാചകം ചെയ്ത ഭക്ഷണത്തിനും സർക്കാരാണ് പണം നൽകിയത് എന്ന മട്ടിലാണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത്. അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ കഴിയുക? അതിനുശേഷമുള്ള ആക്ച്വൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ 1200 കോടിയിലേക്ക് എത്തുക? ഇത്രയും അവിടെ എങ്ങനെയാണ്? ഈ വിളകളുടെ നാശം, വീടുകളുടെ നാശം, അങ്ങനെ സത്യസന്ധമായി തയ്യാറാക്കാവുന്ന കണക്കുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അല്ലാത്ത ഹെഡ്സിലേക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. തീർന്നില്ല, രസായനമായിട്ടേ ഉള്ളൂ. കഷായം അവിടെ പറയുന്ന ഒരു ന്യായം, വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിന് ഈ വാടകയൊക്കെ കൊടുക്കുന്നതൊന്നും ഇങ്ങനെയുള്ള ഹെഡ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല, അതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ കൂട്ടിയിടുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ എസ്റ്റിമേറ്റായി പറയുന്നത് ഈ പേജുകളൊക്കെ പരിശോധിച്ചോ എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നവർ ഈ 18 മുതൽ 23 വരെയുള്ള പേജുകളിലൊക്കെ എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷം ആക്ച്വൽസിലേക്ക് വരുമ്പോൾ 25ാമത്തെ പേജിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ടല്ലോ കണക്ക്, അതുകൂടി എടുത്ത് വായിച്ചു നോക്കണം. അതിലും കൃത്യമായി പറയുന്നുണ്ടെന്ന് നേരത്തെ ഉണ്ണിസർ പറഞ്ഞതുപോലെ ഒരു പശുവിനെ എസ്റ്റിമേറ്റ് 37,500 രൂപ. 3 പശുവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് 3 പശുവുള്ള ആളുകൾ, ഒരു കർഷകന് 3 പശു എന്ന രീതിയിലാണ് പണം കൊടുക്കാനായി കണക്കാക്കുന്നത്. അങ്ങനെയൊക്കെ കണക്കാക്കി ഈ തുകയെല്ലാം ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ അതിൽ യഥാർത്ഥ നഷ്ടമാണ് നമ്മൾ കാണിക്കേണ്ടത്. യഥാർത്ഥ നഷ്ടത്തിന് മാത്രമേ പണം കിട്ടൂ, അത് കുറവാണ് എന്ന് പറയുമ്പോൾ അന്ന് ആവശ്യപ്പെട്ട കണക്കെന്ന് പറയുന്നത് 2000 കോടിയാണ്. ഈ 2000 കോടി എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കള്ളത്തരം പറയുന്നത്? അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില എവിടെയാണ്? കേരളം 75,000 രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ കണക്കൊക്കെ കാണാൻ പോകുന്നത്. മറ്റു മാധ്യമങ്ങളിലും എല്ലാം വരില്ലേ? അപ്പോൾ കേരളത്തിലുള്ളവർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്നവരാണ് എന്ന ഒരു കാര്യം കൂടി മറുഭാഗത്ത് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം. ഈ ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഈ കണക്കിൽ കള്ളമുണ്ട്, ഈ കണക്കിൽ കളവുണ്ട്, ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ. കേന്ദ്രം നൽകേണ്ട തുക 2000 കോടിയാണെങ്കിൽ 2000 കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം. അതിനൊപ്പം ഞാൻ നിൽക്കും. പക്ഷേ അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ.